ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിയും അതേപോലെ തന്നെ ഗോവിന്ദനും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിജയലക്ഷ്മി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ എടുത്ത് വായിക്കും, സങ്കടപ്പെടേണ്ട, കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട് മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു കാര്യമോ, എന്ത് കാര്യം? അത് പിന്നെ അനാർക്കലി, അവളെ അവളെ ഞാൻ കാണാൻ പോയായിരുന്നു. ഇത് കേട്ടതും നമ്മുടെ ഗോവിന്ദൻ്റെ അങ്ങോട്ട് റീലേക്ക് അങ്ങോട്ട് തെറ്റുകയാണ്. എന്തിന് അനാർക്കലിയെ കാണാനായിട്ട് പോയത്? നിങ്ങൾ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോയത്? എനിക്ക് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നോ? പക്ഷേ ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നെ കാണാനായിട്ട് കൂട്ടാക്കിയില്ല. അവൾ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങും. ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാലോ മോനെ, ആകെ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ അവളെ കാണാനായിട്ട് പോയത്. ഇത് കേട്ടതും പിന്നീട് നമ്മുടെ ഗോവിന്ദന് ഒന്നും പറയാനായിട്ടുണ്ടായില്ല. ഗോവിന്ദനാണെങ്കിൽ ഭയങ്കര അരിശം. ഗോവിന്ദൻ വണ്ടി അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് വിടുകയാണ്. വിടുന്നുണ്ടായപ്പോഴേക്കും ഈ വിജയലക്ഷ്മി, എടാ ഗോവിന്ദ, നീ എന്ത് കാണിച്ചു വിടുന്നത്? പതുക്കെ ഓടിക്കുക വണ്ടി, നീ വണ്ടി ഇത്ര സ്പീഡിൽ ഓടിക്കല്ലേ, എടാ ആക്സിഡൻ്റ് ആവും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഗോവിന്ദൻ അതൊന്നും കേൾക്കുന്നില്ല. അനാർക്കലി എന്നുള്ളൊരു പേര് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദനാകെ അരിശം വന്നിട്ട് വണ്ടി എത്ര സ്പീഡിൽ ഓടിക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ ഇങ്ങനെ ആ വഴി കൂടി ഓടിക്കുകയാണ്. അങ്ങനെ ഓടിച്ച് ഫ്രണ്ടിൽ നിന്ന് ഒരു കാറും വരികയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വിജയലക്ഷ്മി ഇതേടെ ഒരു വണ്ടി വരുന്നു. പക്ഷേ അപ്പോഴേക്കും ഈ ഗോവിന്ദൻ ആ വണ്ടി ഒന്ന് തെറ്റിച്ചങ്ങോട്ട് മാറ്റുകയാണ്. പക്ഷെ ഒരു കല്ലിൽ ചെന്ന് പടക്കാന്ന് പറഞ്ഞ് ഒറ്റ ഇടിയും ഗോവിന്ദൻ നേരെ സ്റ്റിയറിങ്ങിൽ ചെന്ന് വീഴുകയും ഒരുമിച്ചായിരുന്നു. ഗോവിന്ദൻ്റെ ബോധം അങ്ങോട്ട് പോവുകയാണ്. വിജയലക്ഷ്മി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ച് പറിച്ചിട്ട് മോനെ എടാ ഗോവിന്ദ എണീക്കട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗോവിന്ദനാണെങ്കിൽ എണീക്കുന്നുമില്ല. വിജയലക്ഷ്മിക്ക് ആകെ പേടി തോന്നി. അങ്ങനെ ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗോവിന്ദനെ എടുക്കാനുള്ള തന്ത്രപ്പാടുകളെല്ലാം ചെയ്യുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ എണീക്കാനും പറ്റുന്നില്ല. ഗോവിന്ദ ബോധം കെട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ വിജയലക്ഷ്മിയുടെ കാല് കുപ്പിച്ചിൽ ഇങ്ങനെ തറഞ്ഞേറുകയാണ്. എൻ്റെ ദൈവം, എൻ്റെ കാല് കുപ്പിച്ചിലും കയറിയല്ലോ. പക്ഷേ എങ്ങനെയെങ്കിലും ഗോവിന്ദനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് വിജയലക്ഷ്മി അവിടെ നിന്ന് വെച്ച് കുറേ ആൾക്കാരുടെ അടുത്ത് കൂടി ഓടി ചെല്ലുകയാണ്. ഓടി ചെന്നിട്ട് അയ്യോ എൻ്റെ മോനെ ഒന്ന് രക്ഷിക്കണേ, വണ്ടി ആക്സിഡൻ്റ് ആയി, ഒന്ന് രക്ഷിക്കണേ. അപ്പോൾ ജനങ്ങളെല്ലാം ഓടി വന്നിട്ട് ഗോവിന്ദൻ എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. വിജയലക്ഷ്മി ആണെങ്കിൽ ആകെ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലും. അങ്ങനെ തലയിൽ കുറച്ച് ചെറിയൊരു മുറിവേ ഉള്ളൂ. അങ്ങനെ ആ മുറിവെല്ലാം വെച്ച് കെട്ടി കൊടുക്കുകയാണ് ഡോക്ടർ. എൻ്റെ മോനെ എങ്ങനെയുണ്ട് ഡോക്ടറെ? എൻ്റെ മോനെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണോ? അതേ എൻ്റെ മോനാട്ടോ, അവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറിനോട് പറയുകയാണ് വിജയലക്ഷ്മി. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർമാരാണെങ്കിൽ അത് നിങ്ങളെന്തെങ്കിലും ടെൻഷൻ അടിക്കുന്നത്, എനിക്ക് കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ, തലയ്ക്ക് ചെറിയൊരു മുറിവ് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ കണ്ണ് തുറന്നെങ്കിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മയിരുന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അവിടെ ഈ ഗോവിന്ദനെ എത്തിച്ച കുറേ കൂട്ടാളികളുണ്ടല്ലോ, അവർ വന്ന് ചോദിക്കണം ഞങ്ങളിനി ഇവിടെ നിൽക്കണോ അല്ലെങ്കിൽ പോകണോ ഡോക്ടറെ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല, നിങ്ങളെ കൊണ്ട് ഇനി വലിയ ആവശ്യമൊന്നുമില്ല, നിങ്ങളിനി പോയിക്കോ, ഇനി ഇവർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഇവിടെ ചികിത്സിക്കാവുന്ന ഇതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ വിജയലക്ഷ്മിക്ക് ആശ്വാസം തോന്നിയത്. അപ്പോൾ ഒരു നേഴ്സ് വിജയലക്ഷ്മിയുടെ കാലിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കാല് പൊട്ടിച്ച് കുടുകൂടാന്നിങ്ങനെ ചോര ഒഴുകുകയാണ്. ഇത് കണ്ട സിസ്റ്ററിന് അയ്യോ നിങ്ങളുടെ കാല് ഭയങ്കര മുറിവുണ്ടല്ലോ, ഇതെന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അല്ല എൻ്റെ കാല് കുറച്ച് കുപ്പിച്ചിൽ തറഞ്ഞു കയറിയതാണ്, എൻ്റെ മോനെ ഇവിടെ എത്തിക്കുന്ന സമയത്താണ് ഇതിങ്ങനെ സംഭവിച്ചതെന്നും പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ അവിടെ നിന്ന് ചാടിയാണ്. ഗോവിന്ദൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മിയുടെ കാലിൽ ഭയങ്കരമായിട്ട് ചോര ഒഴുകുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ആദ്യമേ നിങ്ങളെയാണ് ചികിത്സിക്കേണ്ടത്, നിങ്ങളുടെ ശരീരത്തിൽ നിന്നാണ് ഇപ്പോൾ ഇതേ ചോര പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ മോൻ്റെ ശരീരത്തിൽ നിന്നല്ല, നിങ്ങളവിടെ നിരുന്നേ. അതൊന്നും സാരമില്ല ഡോക്ടറെ, സാരമില്ലെന്നോ, അവിടെ ഇരിക്കും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അവിടെ ഇരുത്തിയിട്ട് നേരെ ഡോക്ടർ ഒന്ന് നോക്കിയാണ്. ഡോക്ടർ നോക്കിക്കഴിഞ്ഞ് കാല് ഭയങ്കര വലിയൊരു മുറിവാണ്, ശരിക്കും അങ്ങോട്ട് മുറിഞ്ഞിട്ടുണ്ട്, കുപ്പിച്ചിൽ കൊണ്ട് മുറിഞ്ഞതാണല്ലോ. അപ്പോൾ ഗോവിന്ദൻ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സഹിച്ചില്ല. അപ്പോൾ ഗോവിന്ദൻ പറയാണ് പെട്ടെന്ന് നോക്ക് ഡോക്ടറെ. അപ്പോൾ വിജയലക്ഷ്മി പറയണ വേണ്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, എൻ്റെ അമ്മയുടെ കാല് ശരിക്കും അങ്ങോട്ട് മരുന്നൊക്കെ വെച്ച് കെട്ടി കൊടുക്ക് ഡോക്ടറെ എന്ന് പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഞെട്ടിപ്പോയി. കാരണം സ്വന്തം മകൻ അമ്മയെന്ന് വിളിച്ചിരിക്കുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആ അമ്മയെന്നുള്ളൊരു വിളി വിജയലക്ഷ്മി കേട്ടത്. ആ ഒരു വിളിക്ക് വേണ്ടിയാണ് ഇത്രയും നാൾ വിജയലക്ഷ്മി കാത്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറയുകയാണ്. അപ്പോൾ വീണ്ടും പറയണം എൻ്റെ അമ്മയുടെ ആ കാലിലെ ഇതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും ഡോക്ടറെ, എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് കാലിലെ സുഖമാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ എന്ന് കുറേ പ്രാവശ്യം ആവർത്തിച്ച് ഗോവിന്ദൻ പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വിജയലക്ഷ്മിക്ക് ഒന്നും ഈ മുറിവെല്ലാം എവിടെ പോയെന്നുള്ളൊരു ചിന്തയാണ്.
വിജയലക്ഷ്മിക്ക്. കാരണം കേൾക്കേണ്ട ആ ഒരു ഇത് വിജയലക്ഷ്മി കേട്ടു. അതിൽ പല സന്തോഷം വിജയലക്ഷ്മിക്ക് കിട്ടാനില്ല. അങ്ങനെ മകൻ്റെ ആ ഒരു വിളിയും ആസ്വദിച്ച് നിൽക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി. അപ്പോൾ ഗോവിന്ദനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദനും ആകെ ഒരു ഗോവിന്ദൻ താഴത്തേക്ക് തന്നെ നോക്കുകയാണ്. തൻ്റെ അമ്മയെ അത്രയും സ്നേഹിക്കുന്നുണ്ട് ഗോവിന്ദൻ. ഗോവിന്ദൻ അങ്ങനെ ആരെയും വെറുക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ഗോവിന്ദൻ അങ്ങനെയൊക്കെ വിജയലക്ഷ്മിയോട് സംസാരിക്കേണ്ടയും പെരുമാറേണ്ടതൊക്കെ വന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിലാസിനെയാണ്. അപ്പോൾ വിലാസിനി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണല്ലോ. ആ സമയത്ത് വിലാസിനി ഡോക്ടറോട് ചോദിക്കുകയാണ് എന്തായി റിസൾട്ട് പോസിറ്റീവാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ടതും വിലാസിനി വിചാരിച്ച് വലിയ സംഭവമാണ്. വിലാസിന് ഭയങ്കര സന്തോഷം കൊണ്ടോ പോസിറ്റീവാണല്ലേ, അപ്പം രക്ഷപ്പെട്ടല്ലോ, എല്ലാം പോസിറ്റീവാണല്ലോ. എന്താ നിങ്ങൾ പറയുന്നത്? ആ പോസിറ്റീവ് അല്ലേ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, രോഗം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് കേട്ടതും വിലാസിനി ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്താ ഡോക്ടർ എന്താ പറഞ്ഞത്? അതെ, രോഗം ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് സീരിയസ് ആണ്. 1-2 ഘട്ടങ്ങളിൽ ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് രക്ഷപ്പെടാനുള്ളത് സാധ്യത തീരെ കുറവാണ്. എന്നാലും മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ ഈ ബ്രെയിൻ ട്യൂമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് 3ാമത്തെ ഘട്ടത്തിലാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുന്നതായിരിക്കും നല്ലത്. ഇത് കേട്ട വിലാസിനാകെ തകർന്ന് തരിപ്പണം ആയിപ്പോയൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, എപ്പോഴാണ് ഓപ്പറേഷൻ, ഇത് ആരാണ്, എന്തൊക്കെയാണ് എന്നൊക്കെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അതൊക്കെ മറ്റൊരു ഡോക്ടർ നിങ്ങളോട് പറയുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഓപ്പറേഷൻ നടത്തിയാൽ രക്ഷപ്പെടുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ അഭിപ്രായത്തിൽ 30% ചാൻസ് ഉള്ളു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ വിലാസിനെ വീണ്ടും തകർന്നു പോവുകയാണ്. കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയായി പോവുകയാണ്. അല്ല, ഈ പേഷ്യൻ്റ് നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് ഈ ഡോക്ടർ ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിലാസിനെ പിന്നീട് ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ റിസൾട്ടുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡോക്ടർ ഓടി ചെന്ന് ചോദിക്കുകയാണ്, ഈ പേഷ്യൻ്റ് നിങ്ങൾ തന്നെയാണോ എന്ന്. പക്ഷേ അതിനും ഒരു മറുപടി കൊടുക്കാതെ വിലാസിനി നേരെ പോവുകയാണ്. നേരെ പോയി വിലാസിനി വീടെത്തുകയാണ്. പക്ഷേ വീട്ടിൽ ചെന്നപ്പോഴും വിലാസിനി കരഞ്ഞ് അവശതയായി. പക്ഷെ പണ്ട് നടന്ന കാര്യങ്ങൾ മുഴുവനും വിലാസിനി ആലോചിക്കുകയാണ്. തൻ്റെ ഭർത്താവിനോടൊത്ത് സന്തോഷമായി ജീവിച്ച കാര്യങ്ങളും വിലാസിനി കുടുംബത്തിലേക്ക് വന്ന് കയറിയ കാര്യങ്ങളും അങ്ങനെ സന്തോഷകരമായ കാര്യങ്ങളും മുഴുവനും വിലാസിനി ആലോചിച്ചതിന് ശേഷം എൻ്റെ ദൈവമേ, എനിക്കിനി ആയുസില്ലല്ലോ, എത്രയും പെട്ടെന്ന് ഞാൻ മരിക്കുമല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്ക് ഇനി സന്തോഷിക്കാനേ പറ്റില്ല, എൻ്റെ ഭർത്താവിനോടൊത്ത് എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ലല്ലോ, എൻ്റെ ആയുസിനി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഓരോ ദിവസം കഴിയും തോറും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ദൈവമേ എന്നിങ്ങനെ വിലാസിനി പറയുകയാണ്. അപ്പോൾ വിലാസിനി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗീതവും ഗോവിന്ദനും കൂടി വീട്ടിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ രേഖ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഗോവിന്ദേട്ടാ, ഇതെന്ത് പറ്റി നെറ്റിയിൽ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എൻ്റെ കാറിന് ഡോറിലൊന്നും മുട്ടിയതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എടുത്ത് വായിക്കും ഈ തമിഴത്തിയാണെങ്കിൽ, എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ഗീതു പാപ്പയ്ക്ക് ദേഷ്യം കയറിയിട്ടെ തലയിൽ വല്ല കല്ല് വെച്ച് അടിച്ചതായിരിക്കുമെന്ന്, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴേക്കും നമ്മുടെ രേഖയാണെങ്കിൽ, നിങ്ങൾ ഇത്തരത്തിലുള്ള വർത്തനങ്ങളല്ലേ നിങ്ങളുടെ വായിൽ വരുള്ളൂ, ഒന്നും മിണ്ടാതിരിക്കാവോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോഴാണ് രാധികയും വരുണും കൂടി ചാടി ഇറങ്ങി വരുന്നത്. അപ്പോൾ രാധിക ചോദിക്കുകയാണ്, അയ്യോ മോനെ എന്തു പറ്റിയടാ, നിൻ്റെ നെറ്റിൽ എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു അതിൽ കയറി ഇടപെടുകയാണ്. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല എന്തോ പ്രശ്നമുണ്ട്, എന്താണോ നിൻ്റെ നെറ്റിൽ പറ്റിയത് അമ്മേ? അത് പിന്നെ ചെറിയൊരു ആക്സിഡൻറ്റ്, വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ തമിഴത്തി ചോദിക്കുകയാണ്, വണ്ടി ആക്സിഡൻറ്റോ, എന്നിട്ട് തലയിൽ ചെറിയൊരു മുറിവേ ഉള്ളോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേഖ, നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാവോ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല ഈ ആക്സിഡൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ മുറിവൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ചെറിയ മുറിവുകളുണ്ടെന്ന് ചോദിച്ചാണ്. അപ്പോൾ ആദ്യം ഞങ്ങളോട് പറഞ്ഞത് ഈ കാറിൻ്റെ ഡോറൊന്ന് തട്ടിയതെന്നാണല്ലോ, ഇപ്പം എന്താ സത്യങ്ങൾ മുഴുവനും പറയണം. എടാ നീ എങ്ങനെയാണ് മോനെ ഈ ആക്സിഡൻറ്റിൽ സംഭവിച്ചത്? അപ്പോൾ നമ്മുടെ ഗീതു ആണെങ്കിൽ, എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അതിനിപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ, ചെറിയൊരു മുറിവ് മാത്രമല്ലേ പറ്റുള്ളൂ, അല്ല നീ എവിടെ പോയപ്പോഴാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത്? പിന്നെ അമ്മേ, ഞാനൊരു മീറ്റിങ്ങിന് പോവുകയായിരുന്നു. മീറ്റിങ്ങിനോ? എന്ത് മീറ്റിങ്ങിന്, എവിടെയാണ് മീറ്റിങ്ങിന് പോയത്? അപ്പോൾ ഗീത അതിൻ്റെ ഇടയിൽ കയറി പറയണ, പൊന്നാനിയിലെ മീറ്റിങ്ങോ? ഇതെന്താ പൊന്നാനിയിലെ മീറ്റിങ്ങിന് പോയത്? എന്തിനു വേണ്ടി പൊന്നാനിയിലെ മീറ്റിങ്ങിന് പോയി?
അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയ്യോ, നിങ്ങൾ ഇനി കൂടുതൽ ശല്യപ്പെടുത്താൻ നിൽക്കരുതല്ലേ ഗോവിന്ദേട്ടൻ ചെറിയ മുറിവൊക്കെ ഉണ്ടല്ലോ. ഗോവിന്ദേട്ടാ ക്ഷീണിച്ചല്ലേ വന്നത്, കുറച്ചു നേരം പോയി റെസ്റ്റ് ചെയ്യും, ഡോക്ടർ പറഞ്ഞത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനല്ലേ, ചെല്ല് ഗോവിന്ദേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ ഗീതുവാണെങ്കിൽ അതെ ഞാനും ചെല്ലട്ടെ, ഈ സമയത്ത് ഗോവിന്ദേട്ടന് കുറച്ച് കെയറിങ് ഒക്കെ വേണമല്ലോ, അപ്പം ഞാൻ വേണ്ട കെയറിങ് ഒക്കെ കൊടുക്കാനായിട്ട്, അതുകൊണ്ട് ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും തമിഴത്തി പിടിച്ചു നിർത്തിയിട്ട് മനസ്സിലായി നിന്റെ കെയറിങ് ഒക്കെ, ചെല്ലി ഗീതു പപ്പാ നല്ല കെയറിങ് തന്നെ കൊടുക്കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്കും ഈ തമിഴത്തി എല്ലാവരുടെ മുന്നിൽ പറയണം, കണ്ടില്ലേ കെയറിങ് കൊടുക്കാൻ പോയെന്ന്, ഇതൊന്നും അല്ല, എനിക്ക് മനസ്സിലായ കാര്യങ്ങളല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേഖയ്ക്കും ആകെ ചമ്മൽ തോന്നുകയാണ്. പക്ഷെ ഇത് കേട്ട രാധികയ്ക്കാണെങ്കിൽ ആകെ അരിശം വന്നൊരവസ്ഥയിൽ അങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ഗീത ചെന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ, ഏതായാലും അമ്മയെ കാണാനായിട്ട് പറ്റിയല്ലോ, അത് തന്നെ മഹാഭാഗ്യല്ലേ. അമ്മയെ കാണാൻ അതല്ല ഞാൻ പറയായിരുന്നു. അല്ല നീ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് കാര്യം, ഹോസ്പിറ്റലിൽ പോകാനോ, എന്ത് ഹോസ്പിറ്റല്, അപ്പം നീ ഹോസ്പിറ്റലിൽ പോകണമെന്നല്ലേ പറഞ്ഞത്, അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ല, ശരിയാ ഹോസ്പിറ്റലിൽ പോയി, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞില്ല, നീ മനഃപൂർവ്വമല്ലേ എന്നെ അമ്മയുടെ മുന്നിൽ എത്തിച്ചത്, സത്യം പറ, ഞാൻ മനഃപൂർവ്വം എന്നല്ല, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഒന്നും അറിയാത്ത രീതിയിൽ ഗീത അവിടെ ചോദിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അമ്മ കാരണമല്ലേ നിങ്ങൾ രക്ഷപ്പെട്ടത്, കണ്ടില്ലേ നിങ്ങൾക്കൊരു അപകടം പറ്റിയതപ്പോൾ തന്നെ അമ്മ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്, ഒരു സ്നേഹം നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലേ, എന്തിനിങ്ങനെ വഴക്കും വൈരാഗ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കാര്യം വല്ലതും ഉണ്ടോ, അതിന് എനിക്ക് വഴക്കും വൈരാഗ്യവും വെക്കണമെന്നില്ല, പിന്നെ എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ അത്രയേ ഉള്ളൂ, ചില കാര്യങ്ങളെല്ലാം എനിക്ക് തീർക്കാനുണ്ട് എന്നിങ്ങനെ ഗോവിന്ദൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.